ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന മുഴ, ഇതാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഗർഭപാത്രം അഥവാ യൂട്രസ് ഉണ്ടാക്കിയിരിക്കുന്നത് മസിലുകൾ കൊണ്ടാണ്. ഈ മസിലുകളിൽ അല്ലെങ്കിൽ ഇതിലുള്ള സെല്ലുകളിൽ, അതായത് കോശങ്ങളിൽ അമിതമായ എന്തെങ്കിലും വളർച്ച ഉണ്ടാകുമ്പോഴാണ് ഇത് മുഴ രൂപത്തിൽ ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനിതകപരമായ കാരണം തന്നെയാണ്. അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വരാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും, അതുപോലെ അമിതഭാരം ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണയായിട്ടും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലാണ് ഇത് 25 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകളിൽ നിന്നാണ് പറയാറുള്ളത്. എങ്കിൽ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിന് മുമ്പേയും ഉണ്ടാവാറുണ്ട്. ഫൈബ്രോയിഡിൽ മെയിനായിട്ട് കാണുന്ന സിംറ്റങ്ങൾ, അതായത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ കട്ടയായിട്ട് പോവുക, ചിലപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവുക, അതുപോലെ നടുവേദന ഉണ്ടാവുക, അതുപോലെ വയറിൻ്റെ അടിയിലായിട്ടൊരു കനം വെക്കുന്നത് പോലത്തെ ഒരു ഫീല് തോന്നുക, അതുപോലെ മലബന്ധം തോന്നുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നത് പോലെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, അതുപോലെ തന്നെ വിളർച്ച ഉണ്ടാവുക. ഏകദേശം 50% ആളുകളിലും ഇത് അസിംപ്റ്റമാറ്റിക് ആയിട്ടാണ് കാണുന്നത്. അതായത് രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണാറില്ല. മറ്റെന്തെങ്കിലും അസുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെക്കപ്പോ കാര്യങ്ങളോ ചെയ്യുമ്പോഴായിരിക്കും യൂട്രസിൽ ഇതുപോലെ മുഴകളുണ്ട്, ഫൈബ്രോയിഡ്സ് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട ചികിത്സാ രീതികളൊക്കെ എടുക്കേണ്ടതാണ്.